ജീവകാരുണ്യ കലാസാംസ്കാരിക സംഘടനയായ പ്രവാസി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയുടെ 5ാം വാർഷികം പ്രവാസോത്സവം സംഘടിപ്പിച്ചു. എക്സിറ്റ് 18-ലെ വലീദ് ഇവൻ റെസ്റ്റ് ഹൌസിലായിരുന്നു ആഘോഷം. പ്രവാസി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയുടെ വാർഷികാഘോഷത്തിൽ പ്രവാസി ഭാരതി സമ്മാൻ പുരസ്കാര ജേതാവും UAE-ലെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകരുമായ അഷ്റഫ് താമരശ്ശേരി, റൈസ് ബാങ്ക് കൂട്ടായ്മ ചെയർമാൻ സലാൻ TVS എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 2-3 അവസരന്മാർ കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടത്തും എനിക്കറിയാം, സൗദിയിൽ പണ്ടും അന്നും ഒന്നും ഞാൻ എല്ലാവരും പറയുന്നതാണ്, ആരൊരാളും സൗദി അറേബ്യയിൽ വിസിറ്റിംഗ് വന്നാലും പട്ടിണിയാവില്ല. അങ്ങനത്തെ മനുഷ്യന്മാരാണ് സൗദി അറേബ്യയിലെ വന്ന വിദേശികൾ മൊത്തം. കാരണം 6 ദിവസം റൂമിൽ കടിക്കുകയും ചെയ്യാം, ഫുഡും കൊടുക്കും. പക്ഷെ വേറൊരു GCC സംവിധാനമല്ല സൗദി അറേബ്യയിലേ ഉള്ളൂ. ഇവിടെ വന്നാൽ തന്നെ അറിയാം. ഇപ്പം ഞാൻ വന്നപ്പോൾ അന്നേരം ഇത്ര 100 മടങ്ങിന് നല്ല ആളുകൾ ഇപ്പം വന്ന്. സാംസ്കാരിക സമ്മേളനം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി അനിൽ റാത്തൂരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സലീം വാലിലാപ്പുഴ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അസ്ലം പാലത്ത് ആമുഖ പ്രസംഗം നിർവഹിച്ചു. ഷിഹാബ് കൊട്ടുകാട്, റാഫി പാങ്ങോട്, ഷിബു ഉസ്മാൻ, ഫൈസൽ, മുഹമ്മദ് അൽ അജാജി, മുനീർ ഷാ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാല പ്രവർത്തനങ്ങൾ നടത്തിയ ഡോക്ടർ അബ്ദുൽ അസീസ്, ഡോക്ടർ സഫീർ, മുജീബ് കായംകുളം, റിയാദ് ഹെൽപ്പ് ഡെസ്ക് ടീം, പ്രവാസി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ പ്രവർത്തകർ, റൈസ് ബാങ്ക് കൂട്ടായ്മ, വെസ്റ്റ് ബേ കൂട്ടായ്മ, റിയാദ് ടാക്കീസ് എന്നിവരെ ചടങ്ങിൽ മൊമന്റ് നൽകി ആദരിച്ചു. കലാപരിപാടികൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രാജു പാലക്കാട് നേതൃത്വം നൽകി. സജിൻ നിഷാൻ അവതാരകനായിരുന്നു. നൂപുര ഡാൻസ് സ്കൂൾ മാസ്റ്റർ കുഞ്ഞഹമ്മദ് മാഷിന്റെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും ജലീൽ കൊച്ചിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. സെക്രട്ടറി സലാം തിരുവമ്പാടി സ്വാഗതവും ട്രഷറർ നസീർ തൈക്കണ്ടി നന്ദിയും പറഞ്ഞു. ഷംനാഥ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്, റിയാദ്.